നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെക്കുറിച്ച് തന്നെയാണ്. ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, ഇറ്റ്സ് മീ സാജിദ്. ആൻഡ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. ഇതാണ് മിസ്റ്റർ. ഹലോ ഗൈസ്, മൈ നെയിം ഈസ് അനസ് നൗഷാദ്. അയ്യോ അതെന്തുവാ? അനസ് ന്യൂഷ്യർ മഞ്ഞക്കുഴി. My father's name is. പറ പരിചയം. Hello, my name is ആസിഫ്. നമ്മൾ ഇംഗ്ലീഷ് വേണോ അല്ലേ? വേണ്ട, മലയാളത്തിൽ. എൻ്റെ പേര് ആസിഫ് എന്നാണ്. എൻ്റെ വീട് മഞ്ഞക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളെ കണ്ണനല്ലൂരിൽ നിന്ന് വടക്കേ മുക്കിലോട്ട് വന്നിട്ട് കുളപ്പാടത്തോട്ട്. മതി ഇനി അടുത്ത പറയടാ. നിന്നെ പരിചയപ്പെടുത്തി. ഇവന്റെ പേര് സാജിദ് എന്ന് തന്നെയാണ്. അവൻ തന്നെ പറയട്ടെ. ഹലോ ഗൈസ്, എൻ്റെ പേര് സാജിദ് തെക്കാമുക്ക്. അപ്പൊ ആഷിമിക്കാടെ വലം കൈ. ആഷിമിക്കാരാണ്. ആഷിമിക്കായ ഇവിടെ അറിയാത്ത നാട്ടുകാരുണ്ടോ ഇവിടെ? പറയണം മിസ്റ്റർ. ആഷിമിക്കാടെ പേര് പറഞ്ഞ ഇവിടെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ഇവന്റ്. ഏതാ ഇവന്റ്? എന്തുവാ ഇവന്റിന്റെ പേരെന്തോ? ഹാദിയ ഇവന്റ്സ് തൈക്കാവുമുക്ക്. ആ ഹാദിയ ഇവന്റ്സിലും ഒരു വർക്കറാണ് ഈ പുള്ളി. നമുക്ക് ചെറിയൊരു പാർട്ണർഷിപ്പ് ഒന്നും അല്ലേ. നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വർക്കിന് വിളിച്ചാൽ നമ്മൾ പോകും. ആശുമുക്ക വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവ ഇലയിടുന്നതിന് മുമ്പ് ചോറിട്ട ആളാ ഇവൻ. ഇലയിടുന്നതിന് മുമ്പ് ചോറിട്ട? ഇലയിടുന്നതിന് മുമ്പ് ചോറിട്ടായിരുന്നു. ആണോ? താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടാ. ഇവൻ പൊട്ടനായ ചെറുക്കൻ. അങ്ങനെ പറയരുത്. ഒരു മനുഷ്യനെ ഇതിനുള്ള മറുപടി ചോറ് ഇലയിടുന്നതിന് മുമ്പ് ചോറിടും. പിന്നെ അതേപോലെ ഗ്ലാസ് കമത്തി വെച്ച് വെള്ളം ഒഴിക്കും. പിന്നെ സാമ്പാറിനകത്ത് കാലിടും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് അവൻ്റെ കയ്യിലുള്ളത്. ഇത് വേറെ ആരുന്നാലും ഞങ്ങളിത് ചെയ്യത്തില്ല. ഈ മഞ്ഞക്കുഴി എന്നുള്ള പിള്ളേർ വന്നാലും എങ്ങനെ ചെയ്യൂ? മഞ്ഞക്കുഴി പിള്ളേരെല്ലാം റോങ്. ഈ പറയുന്ന ആളെ വീട് മഞ്ഞക്കുഴി തന്നെ. തൈക്കാമുക്കെന്ന് പറഞ്ഞാൽ അങ്ങ് മുകളിലാ. അപ്പോൾ അതൊക്കെ വിടാം. നമ്മൾ ഇന്നത്തെ സംസാരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചർച്ച ചെയ്യേണ്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ള കേട്ടെ. ഇപ്പം നമ്മുടെ ഈ അനസിനെ തന്നെ എടുത്താലും വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ ജോക്കറാ നിക്കറൊക്കെ അടിച്ചു വെച്ചേക്കുന്നു. അതിനെപ്പറ്റി പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. എന്നാൽ കൂടി സമൂഹത്തിലുള്ള കുട്ടികൾക്ക് ഒരു തെറ്റായ സന്ദേശമല്ലേ കൊടുക്കുന്നത്? സമൂഹത്തിലെ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ തലതെറിച്ച തെണ്ടികളായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. അത് റിയാസ് പറഞ്ഞില്ലേ? അവനോ ഒരു തലതെറിച്ച എന്താ പറയുന്നത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ കാര്യം. ആസിഫിൻ്റെ കാര്യം പറയാം. ആസിഫ് നല്ലൊരു ചെറുക്കന്. അവൻ പറയുന്ന കാര്യങ്ങൾ അതേ കണക്ക് അച്ചിട്ട പോലെ ചെയ്യും. അല്ല ഒരു മാറ്റവും ഇല്ല. അളിയ അനുഭവം ഒന്നൊന്നും അല്ല. അളിയ ഒരു അനുഭവം പറ. അളിയ ഇഷ്ടം പോലെ. ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യ്. ഞാൻ പറയുന്ന കേക്ക്. അളിയൻ ഒരു അനുഭവം പറയണം ആസിഫിനെ കുറിച്ച്. ഓക്കെ, എന്നിട്ട് അളിയനെ കുറിച്ചുള്ള അനുഭവം ആസിഫും പറയും. ഓക്കെ, ആദ്യം അളിയൻ പറ. അളിയ ഇവനെ എവിടെയെങ്കിലും പോകാൻ വിളിച്ചെന്ന് വെച്ചോ. അളിയ ദാഹ വരുന്നത് ഞാതാ ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ വരത്തില്ല. അത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം വിളിച്ച് ദാ വരുന്നെന്ന് പറഞ്ഞിട്ട് കിടന്നങ്ങുറങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാ കണ്ടത്. ഇതൊക്കെയാണ് ഇവന്റെ കുഴപ്പങ്ങൾ. ഇതൊന്നും അല്ല ഇതിന്റെ അപ്പുറം പരിപാടികളാണ് ഇവനിക്കുള്ളത്. അതെല്ലാം കൂടെ പറയേണ്ട ഇവിടെ കാര്യമില്ല. എല്ലാം ഫേമസ് ആക്കേണ്ട കാര്യമില്ല. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരെ പോലെ ഒരു ജീവിതമല്ല നമ്മൾ നയിക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളും പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളതനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അത് കൂട്ടുകാരായ നിങ്ങളൊക്കെ അങ്ങ് ക്ഷമിക്കുക. അതേയുള്ള എനിക്ക് പറയാം. എന്താ പറയേണ്ടത്? അഭിനയോ? അഭിനയമല്ല ബ്രോ, അഭിപ്രായം. എന്താ അഭിനയം? എന്ത് സിനിമ ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ നല്ലൊരു പയ്യനല്ല എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവൻ ഇല ഇടാതെ ചോറിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉള്ള കാര്യം തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ തലയും ജിറാഫിന്റെ അണക്കത്തെ മോന്തയും. അളിയ ഇവന്റെ കാര്യം നിനക്കറിയാവോ? ഇവൻ പണ്ട് 6ലും 7ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിരുന്നു. ഞങ്ങളൊരു മാമിയുടെ മോനുണ്ട്. ഇവനെ വിളിച്ചു ഭയങ്കര റാഗിയിലൊക്കെ ആയിരുന്നു. മാമിയുടെ അവൻ ഗൾഫിലാ. അപ്പൊ ഷെഫീഖ് എന്ന് പറയുന്ന പയ്യൻ ഭയങ്കര ഇതായിരുന്നു. ഇവൻ 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവനിക്ക് ഭയങ്കര പക്വതയും ഭയങ്കര പഠിക്കാനും കഴിവും എല്ലാം ഉള്ളായിരുന്നു. അപ്പൊ ആശുമിക്കവിടെ കയറുന്ന മൊത്തവും മണ്ടയും പോയി. ആശുമിക്ക പിള്ളേരെയൊക്കെ ഇങ്ങനെ ആക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ആശുമിക്ക നല്ലൊരാളല്ലേ? നിങ്ങൾ എന്തിനാണ് ആശുമിക്കയെ കുറിച്ച്? നല്ലൊരാളാണ് ആശുമിക്ക. അവിടെ നടന്ന 2-3 പിള്ളേർ നന്നായിട്ടുണ്ട്. ആ 3 പിള്ളേരും ഗൾഫിൽ പോയി നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. ആശുമിക്കയെ കുറിച്ചല്ല എനിക്കിപ്പോ പറയാനുള്ളത്. അനസിനെ കുറിച്ച് തന്നെ. അത് പറയാ. അനസ് എന്ന് പറയുന്നത്
മഞ്ഞക്കുഴിയിൽ ഏറ്റവും നികൃഷ്ടമായൊരു വേടാണ്. പിന്നെ ഇതുപോലെ അങ്ങനെ പറയുന്നത് നീ ആ പറഞ്ഞ ആ നികൃഷ്ടം എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അതാ നികൃഷ്ടം എന്ന് പറയാൻ. ഇവനെ പോലെ ഒരു ചെറുക്കൻ മഞ്ഞക്കുഴി ഇല്ല. അല്ല അളിയാ, നികൃഷ്ടം എന്ന് പറഞ്ഞു. നിക്ക് ഈ നികൃഷ്ടം എന്ന് പറഞ്ഞ് ഒരാളെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യം എന്താ? അത്രയ്ക്കും നികൃഷ്ടം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തോ ഇതുവരെ മനസ്സിലായില്ല. എനിക്കറിയാമെങ്കിൽ ഇയാൾ മൂഞ്ചാനാ പറഞ്ഞു. പറയടാ നീ. അങ്ങനെ അസഭ്യങ്ങളും അറിയാതെ ഓക്കെ. ഇനി നമുക്ക് അളിയ ശ്വാസം ഇനി വിട്ടോ അളിയ. ഇനി ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിനെ കുറിച്ച് പറയാം. എനിക്ക് മുടി വലുതായിട്ടില്ല. ഇദ്ദേഹത്തിനാണ് മുടിയുള്ളത്. ഈ മുടി വളരാൻ എന്ത് എണ്ണയാണ് തേക്കുന്നത്? അളിയ ഞാൻ ഒരെണ്ണയും തേക്കത്തില്ല അളിയ. ഞാൻ എന്താ പറയാ, കറ്റാർ വാഴ, കുരുമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ കൊണ്ടിട്ട്. ഇതെന്തോ രസം വെക്കുന്നത്? എന്താടാ കറി വെക്കുന്നടാ? ഏടാ തലയിലിട്ട് കറി വെക്കും. മുടിക്കകത്ത് കുരുമുളക് എന്തിനാ ഇടുന്നെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. എന്തോ അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. കുരുമുളക് ഇടുവോ? അതിന്റെ ഉപയോഗം എന്തോ? കാറ്ററിംഗ് ബോയ് പറയുന്നത് കുരുമുളക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തിനാന്ന് അറിഞ്ഞൂടാ അവന്. കറിവേപ്പില എന്തിനാ ഉപയോഗിക്കുന്നത്? കറിവേപ്പില എന്തിനാ ഉപയോഗിക്കുന്നത്? മണം കിട്ടാൻ, കറിക്ക് മീൻ കറിക്ക് മണം കിട്ടാൻ. അതേ കണക്ക് എണ്ണയ്ക്ക് മണം കിട്ടാൻ വേണ്ടി കറിവേപ്പില ഇടും. അതിനൊരു എരി കിട്ടാൻ വേണ്ടി കുരുമുളക് ഇടുന്നു. അല്ല, അത് മുടി വളർച്ചയുമായി എന്താണ് ബന്ധമുള്ളത്? അളിയ അതിന്റെ ആ നാരിലോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു സുഖം, ആ മുടിയുടെ നാര് എന്റെ തുമ്പത്തൊരു വെള്ളം ഉണ്ട്. ഏതിന്റെ തുമ്പത്ത്? മുടിയുടെ തുമ്പ്. മുടിയുടെ തുമ്പത്ത്. സോറിയുടെ അങ്ങനെ മുടി അങ്ങനെ എണ്ണ തേച്ച്, അതായത് കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചാണ് മുടി തേക്കുന്നത്. അപ്പോഴാണ് ആ മുടി വളരുന്നത് പറയുന്നത്. ഉള്ളയാണോ? അതാണ് ഈ മുടിയുടെ. ഇയാൾ ഒരു ദിവസം മുടി വെട്ടാൻ കടയിൽ കൊണ്ടുപോയി കേട്ടോ. കടയിൽ കൊണ്ടുപോയി സായുധനെ. അതായത് ഇയാളത്തെ ഞാൻ പറഞ്ഞടാ ഇവിടെ മറ്റേ എയർ സ്പാ ഉണ്ടെന്ന് പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു. വേണ്ട, ഞാൻ വീട്ടിൽ പോയി മുട്ടയും മജന്തയും കൂടെ തേക്കാന്ന്. മജന്ത എന്തോന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അതെന്താണ് മജന്ത? അതവിടുത്തെ കടക്കാരൻ പറഞ്ഞ റെസിപ്പിയാ. മജന്തയോ? മജന്ത അങ്ങനെ എന്തോ ഒരു വേടാ പറഞ്ഞത്. മജന്ത എന്നല്ല പറഞ്ഞ, മഞ്ഞളെന്നാ പറഞ്ഞ. എന്നിട്ട് ഇവ വന്ന് എൻ്റെ അടുത്ത് അതേ കണക്ക് തന്നെ പറയുക, മജന്ത മുട്ടയുടെ വെള്ളയും മജന്തയും ഇട്ടാ മതി. മുട്ടയുടെ വെള്ളം. എനിക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല? അതായത് ഇവ ഇലയിടാതെ ചോറിട്ടെന്നുള്ള കാര്യം, ഗ്ലാസ് കമത്തി വെച്ച് വെള്ളം ശരിയാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഇവന്റെ മുഖം നോക്ക, വണ്ടൊട്ടിയാണക്ക ജിറാഫിന്റെ തലയുമായിട്ട്. നീ ബോഡി ഷേമിങ്ങേണ്ട കാര്യമില്ല. നീ കാര്യം എന്തുണ്ടെങ്കിലും പറയണം, അല്ലാതെ നീ ബോഡി ഷേമിങ് വേണ്ട. ബോഡി ഷേമിങ് അവൻ തിന്നും. ബോഡി ഷേമിങ് വേണ്ട. ഈ മജന്ത എന്നുള്ളത് മഞ്ഞളായി. അത് കടയിരുന്നപ്പോ അവനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയാ സംസാരിച്ചത്, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് നീ അല്ലേടാ പോയത്? അല്ലെ ഞാൻ പുറത്ത് നിന്നാളെ കടയുടെ. ഞാൻ 100% ഉറപ്പ് ഞാൻ കടയുടെ പുറത്ത് നിന്നതാ. ഇവ ഒറ്റയ്ക്ക് കടയുടെ അകത്തിരിക്കുന്നത്. ഇവന് 3 ബംഗാളികാരുണ്ടായിരുന്നു കടയുടെ അകത്ത്. അതിന്റെ CCTV വിഷ്വൽ എല്ലാം ഉണ്ട് അതിനകത്ത്. അന്ന് അതിവിടെ നിന്ന് കാണിക്കണം. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ നേരത്തെ വണ്ടിയെ കുറിച്ച് പറഞ്ഞു. പിള്ളേരെല്ലാം വഴി തെറ്റിക്കുന്ന ഈ മുതിർന്ന തലമുറയാണെന്ന് പറഞ്ഞു. അവരത് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? നീയും വണ്ടി ഓടിക്കുന്ന ഒരാളല്ലേ? തീർച്ചയായും ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. നീ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്? വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഓടിക്കും. എത്ര സ്പീഡിലാണ് പോകുന്നത്? ഞാൻ സാഹചര്യം അനുസരിച്ച്, നമ്മളിപ്പം നല്ല റോഡാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അങ്ങനല്ല, സാഹചര്യം ഇല്ല. ഓരോ റോഡിനും അതിൻ്റെതായ സ്പീഡുണ്ട്. 30 സ്പീഡിൽ പോകേണ്ട റോഡുണ്ട്, 60 സ്പീഡിൽ പോകേണ്ട. സാധാരണ എനിക്ക് തോന്നുന്നു സാഹചര്യം അവർക്ക് ഉറക്കം വന്ന് തൂങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടുറന്നേടാ. അല്ലെ സാധ്യത നീ ഉറങ്ങുന്ന വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങളിയാ നീ. ഇത് താങ്കൾ പിടിച്ചിരിക്കേണ്ടതാണ്. അത് നമ്മളെ ക്ലബിന്റെ കസേര വലിയ ഉറപ്പില്ലാത്തതിനെ കൊണ്ടാണ് പുറകോട്ട്. എനിക്ക് പറയാനുള്ളത്, ആസിഫ് 60-ന് മേളിലാണ് 30 സ്പീഡുള്ള സ്ഥലത്തൂടെ പോകുന്നതാണ് കണ്ടത്. 80-നും 90-നൊക്കെ പറന്ന് പോകുന്നതാണ് ആൾക്കാർ പറയുന്നത്. എന്താണ് അല്ലെ അത് ആ ക്യാമറ അങ്ങോട്ട് തിരിച്ചേട്ടാ താഴോട്ടുള്ള വഴിയൊന്നും നോക്കളിയാ. ആ വഴി കൂടെ പോകുന്നത് 30-ലാ 60-ലാ. അതൊന്നും അല്ല, അതിൽ കൂടുതൽ സ്പീഡിലാവും പോകുന്നത്. ഇന്നലെ രാത്രി ഒരു വീല് പൊക്കി വെച്ചാ വണ്ടി ഓട്ടിച്ചത്. നീ മൈക്ക് തിന്നാതെ എന്നെ പറ്റി പറയുന്നത് മനസ്സിലാക്കണം. അത് കേട്ടല്ലേ?
അതെ, ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് വെക്കും എന്നും പറയാൻ ഞാൻ ഇങ്ങനെ തെമ്മാടിത്തരൊന്നും കാണിക്കത്തില്ല. എന്ത് കാണിച്ചവൻ? അതെ, ഞാൻ ഇന്നലെ ഒരു ചെറുതായിട്ടൊന്ന് ഫ്രണ്ട് വെക്കാൻ നോക്കിയാളിയാ. അത് തെമ്മാടിത്തരല്ല. ഫ്രണ്ട് വെക്കാൻ നോക്കുന്നത് ഇല്ലീഗൽ. അളിയ ഇവന്മാർ രണ്ടുപേരും പോകുന്ന കറാൻ പറന്ന പോക്കാ പോകുന്നത്. ഇവിടെ ഈ റൂട്ടിൽ കൂടെ പോകുന്നത് ഏതാണ്ട് 100 സ്പീഡിലാണ് പോകുന്നത്. ഞാൻ മെനഞ്ഞാന്ന് വൈകിട്ട് ഒരു അല്ല സംസാരിക്കുന്നത്. അത് എല്ലാ നാട്ടിലും എല്ലാ കാക്കാമാരും നമ്മളെ കുറിച്ച് നമ്മൾ 30 പോയാൽ 60 പോയെന്ന് പറയും, 60 പോയാൽ 90 പോയെന്ന് പറയും, 90 പോയാൽ 180 പോകുമെന്ന് പറയും. അങ്ങനെയുള്ള നാട്ടുകാരാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ആരും നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണമെന്നില്ല കാക്കാമാരൊന്നും. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതിനെപ്പറ്റി എന്തുവാ അളിയന് പറയാനുള്ളത്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഇനിയുള്ള സമൂഹം നമ്മളാണ് ഇനി കാക്കാമാരെ കുറിച്ച് പറയേണ്ടത്. അങ്ങനത്തെ കാക്കാമാരെല്ലാം ആളെയും കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ എന്ന് അന്നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇന്നത്തെ കാക്കാമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലുള്ള പ്രായം ചെന്ന നീ മൈക്കടക്കിട്ട് കടിക്കുന്ന ചുണ്ടി വെക്കാതെ ഇവനൊക്കെയാണ് സമൂഹത്തിന്റെ നാശം. ഈ ഇരിക്കുന്ന നാശം കൊണ്ട് ഞങ്ങൾ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഇവൻ എന്ത് ഓക്കെ, ശരി. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളുടെ ഇങ്ങനത്തെ പ്രവണതയെല്ലാം കാരണം ഈ ഓൺലൈനായിട്ട് പ്രവണത അത് മിസ്റ്റേക്ക് സംഭവിക്കും. നീ എന്തോ അവിടെ എവിടെ എന്തോ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലഹരി ആളിയാ. ലഹരി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ലഹരി. എന്തൊരു ലഹരിയാണ് അളിയ എല്ലാം ഉണ്ട് അളിയ. ഈ പാമ്പരാക്ക് ഒട്ടുക്ക്, കഞ്ചാവ്, MDMA, പാമ്പരാകോ അളിയ പാമ്പരാക്കളിയാ. പണ്ട് പറയല്ല ബംഗാളികാരൊക്കെ എന്താ പാമ്പരാകന്ന്. അതായത് ഇന്നത്തെ സമൂഹത്തിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ ചുണ്ടിൻ്റെ ഇടയിൽ വെപ്പ്, പിന്നെ ചുണ്ടിന് താഴെ വെപ്പ്, ചൈനി വെപ്പ്, ഇങ്ങനെ കയ്യിൽ അടിച്ചിട്ടുള്ള ശംഭു, കൈനി അങ്ങനെയുള്ള മാരകമായ ലഹരി വസ്തുക്കളാണ്. ഇതൊക്കെ നമ്മുടെ ഇവിടുന്ന് ഇല്ലാതാക്കാനുള്ളൊരു സജഷൻസ് എന്തൊക്കെയാണ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും വില കൂട്ടണം. ആദ്യം നീ പിള്ളേർക്ക് കൊടുക്കുന്നത് ഒരു കൂളിന് ഇപ്പം ഇന്നത്തെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് എത്ര വിലയാണ് സാർ ഒരു കൂളിന്? ഞാൻ വെക്കത്തില്ല, എനിക്കറിയത്തില്ല, നിനക്കറിയാലോ. 40 രൂപയ്ക്ക് നിങ്ങളെ ഞാൻ പറഞ്ഞുതരാം. ഒരു കവർ കൂളിന് വരുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ. അപ്പോൾ അതൊരു 1000 രൂപ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് മേടിക്കാതിരിക്കും. പൈസ വേണ്ടേ മേടിക്കാൻ? അപ്പം അല്ലേ അങ്ങനെ. അപ്പോൾ ഈ കച്ചവടം ചെയ്യുന്നവർക്ക് നഷ്ടമില്ലേ? കച്ചവടം ചെയ്യുന്നവർക്ക് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞാലും അത് മേടിക്കും. പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ കക്കാൻ നോക്കും. അന്നേരത്തേക്ക് അതും വരും അങ്ങനെ പ്രശ്നങ്ങൾ. അന്നേരത്തേക്ക് അതിൽ കൂടുതൽ സമൂഹം. എൻ്റെ ഒരു അഭിപ്രായം അല്ല, ഞാൻ ചുമ്മാ പറയുക, ഈ കൂട് വെക്കുമ്പം ശരീരത്തിന് ദോഷമില്ലേ? തീർച്ചയായിട്ടും ദോഷമാണ്. ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള കൂൾ ഇറക്കിയാലോ? നാച്ചുറൽ തുളസി ഇലയൊക്കെ വെച്ചുള്ള കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കിട്ടത്തില്ലേ? അത് നിനക്കെങ്ങനെ അറിയാം പവർ കിട്ടത്തില്ലെന്ന്? പവർ വ്യത്യാസം വരുമല്ലോ. തുളസി ഇല പിച്ച് ഞെവിടി വെച്ചെന്ന് തോന്നുന്നു. ഞെവിടി വെച്ചായിരിക്കും അവൻ വെച്ചാണ് മൂക്കിനകത്ത്. 2 സൈഡിൽ 2 എണ്ണം വെക്കൂടാ. ഒരു സൈഡിൽ കൂടും വെക്കും, ഒരു സൈഡിൽ തുളസി ഞെവിടി വെക്കും. എങ്ങനെയാണോ വെക്കുന്നത് സ്ഥിരം? ഞാൻ ഇന്നവരെ വെച്ചിട്ടില്ല. നീ അല്ലേ പവർ കിട്ടുമെന്ന് പറയാം. ഞാൻ വിട് പറയാനുള്ളത്. ഓക്കെ, ഇനി കൂളും എല്ലാം വിട്ട് ഇനി നമുക്ക് ഓൺലൈനിലേക്ക് വരാം. നമ്മുടെ ഓൺലൈൻ യുഗമാണ് ഇപ്പോൾ. എല്ലാവരും ഓൺലൈനാണ്, പിള്ളേരെല്ലാം ഓൺലൈനാണ്, എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ എല്ലാവർക്കും എല്ലാം അറിയാമെങ്കിൽ പോലും പറഞ്ഞ് തീർക്കട്ടെ ബ്രോ, വെയിറ്റ് ആക്ക്. നമ്മുടെ ഈ ഓൺലൈൻ യുഗത്തിൽ ഇപ്പം ചില ആൾക്കാരാണ് ഇപ്പോൾ കുട്ടികളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. ഉദാഹരണം പറയാണ് തൊപ്പി. ഈ തൊപ്പിയെ കുറിച്ച് എന്താണ് എല്ലായിടത്തും ചോദിക്കാം. പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറയണം. നിന്റെ എന്താണ് പേഴ്സണൽ? തൊപ്പിയോട് അനുകൂലിക്കുന്നുണ്ടോ അതോ പ്രതികൂലിക്കുന്നുണ്ടോ? ചില കാര്യങ്ങളിൽ അനുകൂലിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ എതിർക്കുന്നതുമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയെ സംബന്ധിച്ച് തൊപ്പി ഈ ഓൺലൈനിലൂടെയൊക്കെ ഒരുപാട് ചീത്തകളൊക്കെ വിളിക്കാറുണ്ട്. അപ്പോഴത്തേക്ക് അതൊക്കെ ഈ കൊച്ചു കുട്ടികളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അത് ജീവിതത്തിൽ അനുകരിക്കാൻ തോന്നുന്ന ഒരു പ്രായമാണ് അവരത്. ഈ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അവനെ പോലുള്ള ഈ പൊടി പിള്ളേരൊക്കെ. അപ്പം പക്ഷേ മറിച്ച് ഇപ്പം എന്തായിരുന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? മറിച്ച് അപ്പം പക്ഷേ എന്നാലും ഒരു വേറൊരു രീതിയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ തൊപ്പി ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.